Hello Makala, welcome back to Rans Learning Portal. So my dear students, the price of flowers in the Q&A session like നമ്മൾ നോക്കാട്ടോ. അടിയിലെ പാരഗ്രാഫ് വായിക്കുക, ചോദ്യത്തിന് ആൻസർ ചെയ്യുക. ഞാൻ വളരുന്ന സമയത്ത് എനിക്ക് കുറേ പൈസ കിട്ടിയിരുന്നു അല്ലേ എൻ്റെ വർക്കിന്. എൻ്റെ മദർ എന്ന് പറഞ്ഞ വെച്ചാൽ പറ്റേ പറ ഓൾഡാണ്, വളരെ ഓൾഡാണ്. ഈസ് എ വർക്ക് യു ഡു ടു യുവർ ലിങ്കിങ് അല്ലേ, ഒരാൾ ചോദിക്കുന്ന കേട്ടോ. നോ, ദ വർക്ക് ഈസ് വെരി മെക്കാനിക്കൽ. എൻ്റെ വർക്ക് എന്താണ് പറ, മെക്കാനിക്കലാണ്. ഐ വാണ്ട് ടു വർക്ക് ദാറ്റ് വിൽ മേക്ക് മീ യൂസ് മൈ ഹെഡ്, മൈ ബ്രെയിൻ അല്ലേ. എനിക്ക് വർക്ക് ചെയ്യണം, എൻ്റെ ബ്രെയിനും അതുപോലെ തന്നെ എൻ്റെ ഹെഡൊക്കെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യണം എന്ന്. ഹൂ ഇസ് ദ സ്പീക്കർ? ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് അല്ലേ. ഇത് ആര് പറഞ്ഞാണ് പറ, ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്ന് പറയുന്നത് നമ്മൾ മാഗി പറഞ്ഞതാണ്, 1 മാർക്കിന്. അടുത്തത്, ബ്രെയിൻ വർക്ക് ഈസ് സം വർക്ക്. സോറി, വാട്ട് ഈസ് മെന്റ് ബൈ ദ എക്സ്പ്രഷൻ ബ്രെയിൻ വർക്ക് എന്നത് ഉദ്ദേശിച്ചത് എന്ന് നോക്കൂ നിങ്ങൾ. സം വർക്ക് ദാറ്റ് നീഡ്സ് ദ യൂസ് ഓഫ് ബ്രെയിൻ അല്ലേ, ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട വർക്കിനാണ് എന്ന് പറയാം ബ്രെയിൻ വർക്ക് എന്ന് പറയാം. മാഗി വർക്ക്ഡ് ആസ് എ ടൈപ്പിസ്റ്റ്. മാഗി ഒരു ടൈപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇൻ ഹെർ ഒപ്പീനിയൻ ദ വർക്ക് ഓഫ് ടൈപ്പിസ്റ്റ് ഈസ് നോട്ട് എ ബ്രെയിൻ വർക്ക്. ഒരു ടൈപ്പിസ്റ്റ് പറഞ്ഞ ഒരു ബ്രെയിൻ വർക്ക് ഒന്നുമല്ല. ആസ് ഷി ഹാസ് ടു സിംപ്ലി കോപ്പി വാട്ട് സംബഡി എൽസ് ഹാസ് റിട്ടൺ. ഒരാൾ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് കോപ്പി അടിക്കുക മാത്രമാണ്, അതിന് ബ്രെയിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന്. അടുത്തത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആർ ദ ഡ്രോബാക്സ് ഓഫ് മെക്കാനിക്കൽ വർക്ക്? മെക്കാനിക്കൽ വർക്കിന്റെ ഡ്രോബാക്സ് എന്താണെന്നുള്ളത് കേട്ടോ. റൈറ്റ് എനി 2 ഡ്രോബാക്സ്, 2 ഡ്രോബാക്സ് ഇതാണ്. ഇറ്റ് ലീവ്സ് യുവർ ബ്രെയിൻ ഐഡിൽ ആൻഡ് ഓൾ ദ ടൈം അല്ലേ. നിങ്ങളെ ബ്രെയിൻ്റെ ആവശ്യമില്ല, നിങ്ങളെ ബ്രെയിനിനെ ഒരു മടിയനാക്കി മാറ്റും. ഇറ്റ് മേക്സ് യുവർ ബ്രെയിൻ റസ്റ്റ്. നിങ്ങളെ ബ്രെയിന് റസ്റ്റ് പിടിപ്പിക്കും അല്ലേ, റസ്റ്റ് പിടിപ്പിക്കും. ഒരു തലച്ചോറിന് ഒരു ആവശ്യമില്ലല്ലോ. അടുത്തത്, ഓൺലി ബൈ യൂസിങ് ദ ബ്രെയിൻ ഇറ്റ് ഗെറ്റ്സ് ഷാർപ്പർ ബ്രൈറ്റർ അല്ലേ. നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ ബ്രൈറ്ററും ഷാർപ്പറും ആവുള്ളൂ എന്ന് കേട്ടോ. 2015 2 മാർക്കിന് ചോദിച്ചാൽ കേട്ടോ. അടുത്തത്, ഒരു അടിയുള്ള പാരഗ്രാഫ് വായിക്കുക, ചോദ്യത്തിന് ആൻസർ ചെയ്യുക. We have not had a letter from him for a long time. My mother is very worried. People tell her that India is full of tigers and snakes and fevers. Who speaks these words? മാഗി പറഞ്ഞ വാക്കുകളാണിത്, അറിയില്ലേ. അമ്മ പറയുന്നത് എന്താണ്, ഇന്ത്യ ഒരു പേടില്ല. അപ്പൊ അമ്മ ആരാ ഈ വാക്ക് പറയുന്നത്? മാഗി. അടുത്ത് നോക്കിക്കോളൂ. ഹു ഇസ് റെഫേർഡ് ടു ആസ് ഹിം? ഹിം കൊണ്ട് ഉദ്ദേശിച്ച ആരാണ് ഇൻ ദ പാസേജിൽ? മാഗിന്റെ ബ്രദർ. അവന്റെ പേരെന്താണ് പറ, ഫ്രാങ്ക് അല്ലേ. പഞ്ചാബിൽ ഒരു സോൾജർ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, നമ്മൾ സമ്മറി പഠിച്ചിട്ടുണ്ട്. അടുത്തത്, അക്കോർഡിംഗ് ടു ദ സ്പീക്കർ വാട്ട് കൈൻഡ് ഓഫ് പ്ലേസ് ഈസ് ഇന്ത്യ? ഇന്ത്യ എങ്ങനത്തെ ഒരു രാജ്യമാണ് എന്ന്. എ പ്ലേസ് ഓഫ് ഫുൾ ഓഫ് ടൈഗേഴ്സ് ആൻഡ് സ്നേക്ക് ആൻഡ് ഫീവേഴ്സ് അല്ലേ. നോട്ട് സേഫ് ഫോർ പീപ്പിൾ ടു ലിവ് ഇൻ അല്ലേ. 1 മാർക്കുള്ള ചോദ്യമാണ്. സി ഇംപ്രൂവ്മെന്റ് 2019 ചോദിച്ചാൽ കേട്ടോ. അടുത്തത് നോക്കിക്കോളൂ, അടിയുള്ള പാസേജ് വായിക്കാൻ, ചോദ്യത്തിന് ഉത്തരം ചെയ്താണ് കേട്ടോ. 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ, ഡിസംബറിൽ ചോദിച്ചതാണ്. It was nearly 1 o'clock and I was feeling extremely hungry, so I made my way slowly to vegetarian restaurant which was not far away in Street Martin's Lane. Lunch hours in London restaurant were not crowded in those days അല്ലേ. ഞാൻ 1 മണിയായപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ പ്രത്യേകിച്ച് തിരക്കൊന്നുണ്ടാവില്ല, പ്രത്യേകിച്ച് ലണ്ടനിൽ അങ്ങനെയാണിത്. ആരുടെ വാക്കാണ് ഇത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മിസ്റ്റർ ഗുപ്തന്റെ വാക്കാണ് അല്ലെങ്കിൽ നെറേറ്ററുടെ വാക്കാന്ന് പറയാൻ പറ്റൂട്ടോ. പിക്ക് ഔട്ട് എ വേർഡ് ഇൻ ദ പാരഗ്രാഫ് വിച്ച് മീൻസ് വെരി എന്ന് പറയുന്ന വാക്ക് ഏതാണ് പറ, എക്സ്ട്രീംലി എന്ന് പറയുന്ന വാക്കാണ്. ഏതാണ് പറ, എക്സ്ട്രീംലി. എക്സ്ട്രീംലി, വെരി ഹംഗ്രി ഈസ് ഈക്വൽ ടു പറ എക്സ്ട്രീംലി ഹംഗ്രി എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. അടുത്തത്, വാട്ട് വാസ് ദ സിറ്റുവേഷൻ ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ് ദോസ് ഡേയ്സ്? ആ സമയത്തുണ്ടായിരുന്ന ഇന്ത്യൻ റെസ്റ്റോറൻസിലെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് വർ നോട്ട് ക്രൗഡഡ് ബൈ ദോസ് ഡേയ്സ് അല്ലേ. അവിടെ ജനങ്ങളൊന്നായിട്ട് കൂടി നിൽക്കലില്ലായിരുന്നു 2020 ചോദിച്ചാൽ കേട്ടോ. ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻസ് ആണ്. സി, അതാണ് നമ്മളെ Q&A സെഷനിൽ എൻ്റെ മക്കൾ പഠിക്കാനുള്ളത്. മുന്നേ ചോദിച്ച ഇതൊക്കെ കേട്ടോ ഈ ഒരു ചാപ്റ്ററിന്. സ്റ്റഡി വെൽ. താങ്ക് യു വെരി മച്ച്.